കേറ്റഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 2025 ഡിസംബറിൽ എഴുതി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ജൂലൈ 12 തീയതി വരെ നടക്കുകയാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ശ്രദ്ധിക്കുക, നിങ്ങൾ അപേക്ഷ സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് ഏത് വിദ്യാഭ്യാസ ഓഫീസിന് കീഴിലാണോ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുള്ളത് ആ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ നിങ്ങളുടെ ഡേറ്റ് എപ്പോഴാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് നിങ്ങളുടെ പത്രമാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിലും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കൃത്യമായിട്ടുള്ള സമയത്ത് അതിന് ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അത് പരമാവധി വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അതത് വിദ്യാഭ്യാസ ഓഫീസിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അങ്ങനെ മറ്റുള്ളവർക്ക് കൂടെ അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അവസരം നഷ്ടപ്പെടും. പിന്നീട് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നടത്തണമെങ്കിൽ അടുത്ത ഘട്ടം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള സമയത്ത് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനി പറയുന്ന സർട്ടിഫിക്കറ്റിൽ ഒറിജിനൽ രേഖകളുമായിട്ട് നിങ്ങൾ നേരിട്ട് വിദ്യാഭ്യാസ ഓഫീസിൽ നിങ്ങൾ ഹാജരാവുക. അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, ഓരോ കാര്യം നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഒന്നാമത്തെ ഹോൾ ടിക്കറ്റാണ്. നിങ്ങൾ കേരള പരീക്ഷ എഴുതിയ സമയത്ത് നിങ്ങൾ അതത് പരീക്ഷ എഴുതുന്ന സമയത്ത് ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഹോൾ ടിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ കൈവശം ഒറിജിനൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സർട്ടിഫിക്കറ്റാണ്. അതായത് നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനലും അതിൻ്റെ കോപ്പിയും നിങ്ങൾ എടുത്ത് വെക്കുക. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് SLC, +2 ഡിഗ്രി, BEd, DLEd ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുള്ള ഒറിജിനൽ നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. ഇനി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉദാഹരണത്തിന് ഡിഗ്രി കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റി ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തേക്ക് നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. അത് നിങ്ങളുടെ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ ജെന്യൂൻ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഒറിജിനൽ ആണെന്നുള്ള തെളിയിക്കുന്ന ജെന്യൂൻ സർട്ടിഫിക്കറ്റും അതേപോലെ ഈക്വലൻസി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. അതൊക്കെ നിങ്ങൾ കൈവശം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് സെക്കൻഡ് ഇയർ BEd അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ DLEd പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ പ്രിൻസിപ്പൾ സാക്ഷ്യപ്പെടുത്തിയ 2ാം വർഷ വിദ്യാർത്ഥിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ അതായത് പാസ്സായിട്ട് ഉണ്ടായിരിക്കുകയും ചെയ്യണം. അതായത് 2 വർഷം പൂർത്തിയാക്കി പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ കൂടെ ആയിരിക്കണം. ഇനി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് വെരിഫിക്കേഷൻ മതിയാകും. ഒറിജിനൽ നിങ്ങളുടെ ഈ കൈവശം ഈ പ്രൊഫഷണൽ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം.